ത്തിൽ നമുക്കൊരു ചെറിയ ഒരു സമയക്ലിപ്തതയുണ്ട്. കഴിയുന്നത്ര അതിനകത്ത് നിന്നിട്ട് മറുപടി പറയും. സാർ, ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് ഒരു മറുപടി പറയണത്. ഒരു എനിക്കേറ്റ അധികം തിരിച്ച്, കാരണം ഒക്കെ നമ്മളെ സുഹൃത്തുക്കളല്ലേ. നിങ്ങൾ അങ്ങനെ കാടടിച്ചാണ്ട് വെടിവെക്കരുത്. ഇതിന്റെ പാട്ട് നിങ്ങളിപ്പം ഞങ്ങൾ അവിടെയാണ്, നിങ്ങൾ ഇവിടെയാണ്. ഇപ്പൊ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നിങ്ങളോട് വളരെ ഞാനൊക്കെ തന്നെ മാറി ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിൽ വികസനം വേണം. ഇനി കുറെ ആണ്ട് കൊടുത്തോണ്ട് നാട്ടുകാർ വോട്ടിയെന്ന് വിചാരിച്ച് നിൽക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ തോറ്റ് 102 ഞാൻ പറയട്ടെ, ഞങ്ങൾക്കൊക്കെ 5 കോടി, ഇങ്ങൾക്കൊക്കെ 20-25 കോടി. ബഹുമാനോടെ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആ 20% നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ നിങ്ങളെ നന്നാക്കാനാ, ഞങ്ങളെ ഇരുത്താനോ അതാ ഉണ്ടായത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ ഇപ്പൊ 62 മണ്ഡലങ്ങള് ഇപ്പൊ ഞങ്ങൾ ജയിച്ചു വന്നു. അത് ഞാൻ കണക്ക് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ എനിക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയേ? 6 കോടി. അപ്പൊ ആ ഒരു വിവേചനം ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല, എല്ലാവരും പരിഗണിക്കും. നിങ്ങൾ പറയും പ്രൊപ്പോസ് ചെയ്തേര്. പിന്നെ ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്, ബൈപ്പാസ്, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റഡി നടത്തും. MLA നിർദ്ദേശം തരും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് 3 മാസം കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി എവിടെയൊക്കെ വേണം എന്നൊരു തീരുമാനം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ഇത്ര പാലൊന്നും ഞാൻ പറയണം. അക്കബർ അവിടെ ഇരിക്കും. ഇപ്പൊ തന്നെ ആക്കുന്നത് ഞാൻ ഒന്ന് പറയട്ടെ. G. സുധാകരൻ സാറ് പറഞ്ഞു, എന്നെ പറ്റി നന്നായി പറഞ്ഞു, പാപ്പാനെ പറ്റി നന്നായി പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ലീഗിനെ കുറിച്ച് പറഞ്ഞു, ലീഗർ അദ്ദേഹത്തെ പറഞ്ഞു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്, എല്ലാ സത്യവും പറയും. കപട കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം പറയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് നല്ല വിവരം, നല്ല ഓർമ്മശക്തി, നല്ലതുണ്ട്. നല്ല മന്ത്രിയാനല്ലോ. അദ്ദേഹത്തോട് നല്ല നിൽക്കണം. സജി ചെറിയ അദ്ദേഹത്തിന്റെ ഏറ്റവും സ്വന്തം ആളായിരുന്നല്ലോ. പിന്നെ തെറ്റിയതല്ലേ, അല്ല നമ്മളല്ലോ. ഞാൻ മാത്രമേ തെറ്റാതെ ഇങ്ങനെ നടന്നിട്ടുള്ളൂ. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ വിമാനത്തിൽ കയറാൻ പറ്റാതെ വന്നപ്പോഴും അത് അന്വേഷിച്ചിട്ട് അയാളെ പേരിൽ നടപടിയെടുത്ത ഗവൺമെന്റാണിത്. പിന്നെ നിങ്ങൾക്ക് മാറിയോ? നിങ്ങൾ തിരുത്തുന്നു. നിങ്ങൾ തിരുത്തി. എന്താ തിരുത്തിയ CPM? നിങ്ങൾ എന്താ തിരുത്തിയത്? ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുത്തിയത് വെള്ളിയാഴ്ചൻ്റെ സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് മാറ്റി. ഇതാണ് അല്ല മാറ്റം. നിങ്ങൾ മാറ്റം ഞാൻ പറഞ്ഞത്, മാറ്റമാണ് പറഞ്ഞത്. അതൊക്കെ പറയും. കുറച്ചൊക്കെ ജോയി രാഷ്ട്രീയം പറയണ്ടേ. നിങ്ങളിങ്ങനെ ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തരണ്ടേ. പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് PM ശ്രീ, നിങ്ങള് അതിന് കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി നമ്മോട് പറയണ ഏർപ്പാടാപ്പത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാം ആപ്പ, നിങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്ത്, ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പറയട്ടെ. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും. നിങ്ങളെല്ലാം ഒരാൾ ഇത് അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ കഴിഞ്ഞു സാർ, ഞാൻ അവസാനിപ്പിച്ചു സാർ. ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാണ് സാർ. അവർ സംഘർഷം ഉണ്ടാണ്ടായി ചെയ്താൽ സാർ. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഗവൺമെന്റ് വന്നു, വികസനം വേണം, എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നമ്മളെല്ലാവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു പാർട്ടി വിവേചനമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കണം. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യാതൊരു പ്രയാസമില്ല. ഞാൻ വയനാട്ടിലെ സമയമല്ല, പിന്നെ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കും, പിന്നെ അടുത്ത ഡിബേറ്റിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളാണ്, നല്ല സുഹൃത്താണ്, നല്ല സൗഹൃദനാണ്, ശുദ്ധനാണ്. പിന്നെ സുധാകരൻ സാറിനോട് ഇങ്ങോട്ടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത് എന്നാണ് എനിക്ക് ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ട് സാർ ഈ ഡിമാൻഡ് പാസ്സാക്കി തന്നെന്ന് അഭ്യർത്ഥിക്കും. സാർ, പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും സാർ വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പം എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നു. ഇപ്പോൾ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി ആയി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അല്ല അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷന് പോയാൽ ഒരു പാലത്തിൻ്റെ ഒരു അക്വിസേഷന് പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് ആ പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെൻറ് കാലത്തും കുറേ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പം അതിനൊരു മാറ്റം വരണ്ടേ? മാറ്റത്തിനാണല്ലോ ജനങ്ങൾ ഇരുത്തിയത്.
പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാൽ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാവരും നാട്ടുകാർ സൗജന്യമായി സ്ഥലം റോഡ് വീതി കിട്ടിയത്, പാലത്തിന് അപ്രോച്ച് റോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വികസനം കിട്ടിയത്. ബഹുമാന്റെ സജി ഇങ്ങനെ പറയണ്ടില്ല, ബഷീറിന് കിട്ടിയത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാണല്ലോ, അതുകൊണ്ടാണ് അത്.